നാളെ റിസൾട്ട് വരുമ്പോൾ അത് കേരളം ഒരുപക്ഷെ കാത്തിരുന്ന ഫലം തന്നെ ആവാനാണ് സാധ്യത. ഒരു സ്റ്റാറ്റസ് കോ റിസൾട്ടിലും ഉണ്ടാവാനുള്ള സാധ്യത തെളിയുന്നു. വയനാടും പാലക്കാടും UDFും ചേലക്കരയിൽ LDFും എന്ന പഴയ നിലയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ തിരിച്ചു പോയേക്കാം. അടിയൊഴുക്കുകൾ നമ്മളോട് പറയുന്നതും അങ്ങനെ തന്നെയാണ്. നോക്കൂ, പാലക്കാട് UDFിനെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക നേരത്തെ പറഞ്ഞതുപോലെ പിരായിരി മണ്ഡലത്തിലും മാത്തൂരിലും കണ്ണാടിയിലും മുനിസിപ്പാലിറ്റിയിലുമായിട്ടുണ്ടാകുന്ന പോൾ ശതമാനത്തിൻ്റെ കുറവാണ്. അത് വളരെ റിലേറ്റീവായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളൊന്ന് കണക്ക് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ 80%-ലധികം പോൾ ചെയ്ത ബൂത്തുകളിൽ ആ ബൂത്തുകളിൽ ഏതെങ്കിലുമൊക്കെ പാർട്ടിക്ക് അപ്രമാദിത്വമുള്ള ബൂത്തുകളായിരിക്കും സ്വാഭാവികമായും. നമ്മൾ നോക്കിയാൽ കാണാം ആ വേരിയേഷൻ. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ 5ഓളം ബൂത്തുകളുണ്ട് 80%-ലേറെ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതാകട്ടെ 5ഉം നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം NDAയുടെ ശക്തി കേന്ദ്രങ്ങളിലുമാണ്. മൂത്താന്തരയാണെങ്കിലും വടക്കാന്തരയാണെങ്കിലും കണ്ണകിയമ്മനാണെങ്കിലും ഈ പറയുന്ന ബൂത്തുകളിൽ 5 എണ്ണം. ഇനി പിരായിരിയിലേക്ക് വരൂ. UDFിന് പരമ്പരാഗതമായ ശക്തി കേന്ദ്രങ്ങളായ കഴിഞ്ഞ തവണ 6-7 ബൂത്തുകളിൽ 80%-ഓളം കടന്ന പിരായിരിയിൽ ഇത്തവണ 80% കടന്നിരിക്കുന്നത് കേവലം 2 ബൂത്തുകളിലാണ്. ഇനി കണ്ണാടിയിലും മാത്തൂരിലേക്കും വരൂ. കണ്ണാടിയിലും മാത്തൂരിലും 9ഉം 8ഉം വീതമാണ് 80%-ലധികം വോട്ടിംഗ് നടന്നിരിക്കുന്ന ബൂത്തുകളുള്ളത്. ഈ ട്രെൻഡ് നമ്മൾ ഒരൊറ്റ നോട്ടത്തിൽ നോക്കിയാൽ UDFിനെ അസ്വസ്ഥപ്പെടുന്ന ട്രെൻഡാണ്. കാരണം പിരായിരിയിൽ UDFിന് അനുകൂലമായൊരു വോട്ടിംഗ് തരംഗം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അവിടെ 80%-ലധികം പോൾ ചെയ്ത ബൂത്തുകളുടെ എണ്ണം മറ്റു 3 ഇടങ്ങളെക്കാൾ കുറവാണ് എന്നുള്ളത് നമ്പർ 1. എന്ന് പറഞ്ഞാൽ ഒരു തരംഗം, ഒരു വേവ് അവിടെ വിസിബിൾ ആണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതായത് പാലക്കാട് മണ്ഡലത്തിൽ ഒരു വേവ് ഉണ്ടായിട്ടില്ല. ചേലക്കര മണ്ഡലത്തിൽ ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കണക്കുകളാണ് നമ്മൾ കാണുന്നത്. ഞാൻ ആ കണക്ക് വിശദീകരിക്കാം. വയനാട് മണ്ഡലത്തിൽ മറ്റൊന്നും അപ്രതീക്ഷിതമായി സംഭവിക്കുന്നില്ല. പക്ഷേ 9% ഇടിവ് പ്രിയങ്ക ഗാന്ധിക്ക് ഒരുപക്ഷെ 3 ലക്ഷത്തോളം വരുന്ന ഒരു ഭൂരിപക്ഷം മാത്രമേ സമ്മാനിക്കൂ. 5 ലക്ഷം 6 ലക്ഷം തുടങ്ങിയ ഭൂരിപക്ഷത്തിലേക്കൊന്നും പോകില്ല. വയനാട്ടിലെ അടിയൊഴുക്ക് എന്താണ്? വയനാട്ടിൽ സാധാരണക്കാരായ വോട്ടർമാർക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു അനാവശ്യമായ ഉപതെരഞ്ഞെടുപ്പായിരുന്നു എന്നുള്ള വോട്ടർമാരുടെ ഒരു അപ്പതി, വോട്ടർമാരുടെ ഒരു നിസ്സംഗത വയനാട്ടിലെല്ലായിടത്തും കാണാമായിരുന്നു. ആ നിസ്സംഗതയാണ് 9% ഇടിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയോടുള്ളൊരു എതിർപ്പോ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനോടുള്ള വിയോജിപ്പോ BJPയോടുള്ള വിരോധമോ അല്ല. പകരം 6 മാസത്തിനിടയിൽ ഒരു തിരഞ്ഞെടുപ്പിന് അവിടുത്തെ വോട്ടർമാർ തയ്യാറായിരുന്നില്ല. വോട്ടർമാരുടെ ഒരു അപ്പതി ഏറ്റവും കൂടുതൽ പ്രകടമായത് വയനാട്ടിലാണ്. അതാണ് ഏറ്റവും പ്രധാനം. മാത്രവുമല്ല, വയനാട്ടിലെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നു. വന്യജീവി സംഘർഷമാണെങ്കിലും രാത്രി ഗതാഗത നിയന്ത്രണമാണെങ്കിലും അതേപോലെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ പരിസ്ഥിതി പ്രശ്നമാണെങ്കിലും ബഫർ സോൺ വിഷയമാണെങ്കിലും ഈ വിഷയങ്ങളൊന്നും LDFോ UDFോ കൈകാര്യം ചെയ്യുന്നതിൽ ദയനീയമായി പരാജയപ്പെടുന്നു. വയനാടിൻ്റെ ദുരിതാശ്വാസം പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ കേന്ദ്രം കൈമലർത്തുന്നതും ഈ തെരഞ്ഞെടുപ്പിനിടയിൽ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഒരു വോട്ടർമാരുടെ നിസ്സംഗതയാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൻ്റെ അടിയൊഴുക്ക്, ആ വോട്ടർ ശതമാനം കുറച്ചത്. പ്രിയങ്ക ഗാന്ധിക്ക് ആ ഘട്ടത്തിൽ 3 ലക്ഷം മാത്രം ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത്. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, ഇനി ചേലക്കരയിലേക്ക് എത്തിയാൽ അവിടെ സ്റ്റാറ്റസ് കോ നിലനിൽക്കും എന്ന് പറയാനുള്ള കാര്യം നോക്കൂ. ചേലക്കര മണ്ഡലത്തിൽ 2019-ലും 2021-ലെയും 2016-ലെയും തെരഞ്ഞെടുപ്പെടുത്ത് നോക്കി. 2016-ൽ ഈ UR പ്രദീപ് 10,000 വോട്ടിന് വിജയിക്കുമ്പോൾ അന്ന് ഒരു പഞ്ചായത്ത് മാത്രമാണ് UDFിന് ലീഡ് കൊടുത്തത്. അത് ഏത് പഞ്ചായത്താണെന്ന് അറിയുമോ? ചേലക്കരയാണ്. 2016-ൽ ഈ UR പ്രദീപ് മത്സരിക്കുമ്പോൾ പോലും ചേലക്കര 285 വോട്ടിൻ്റെ ലീഡ് കൊടുത്തത് UDFിനാണ്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 3 പഞ്ചായത്തുകളാണ് UDFിന് ലീഡ് കൊടുത്തത്. അതിലൊന്ന് ഈ ചേലക്കരയുണ്ട്, മറ്റൊന്ന് മുള്ളൂർക്കരയുണ്ട്, മറ്റൊന്ന് എനിക്ക് തോന്നുന്നു ഈ പഴയന്നൂരാണ്. അപ്പോൾ ഈ 3 പഞ്ചായത്ത് ഒഴിച്ചു നിർത്തിയാൽ, അതായത് ശക്തമായി UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തിയ 2024-ൽ അതേപോലെ UR പ്രദീപിന് ഭൂരിപക്ഷം കുറച്ച് 2016-ൽ ഒക്കെ പോൾ ചെയ്തതിൻ്റെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചേലക്കര പഞ്ചായത്ത് ഞാൻ ഇപ്പോഴും പറയുന്നു UDFിന് ലീഡ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇക്കുറിയും രമ്യ ഹരിദാസിനും ലീഡ് കൊടുക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 370 വോട്ടിന്റെ ലീഡ് പിന്നെ രമ്യ ഹരിദാസിന് കൊടുത്തു ചേലക്കര. അപ്പോൾ ചേലക്കര ഇത്തവണ അത് നോക്കൂ. 2016-ൽ
പ്രദീപ് മത്സരിക്കുന്ന സമയത്തും, അതായത് അന്ന് LDF സർക്കാരിനോട് ആന്റി ഇൻകുംബൻസി ഇല്ലെന്ന് മാത്രമല്ല 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ പോവുകയാണ്. UDF-നെതിരെ ആന്റി ഇൻകുംബൻസി നിലനിൽക്കുമ്പോൾ പോലും ചേലക്കര പഞ്ചായത്ത്, അവിടെ 12 പഞ്ചായത്ത് മെമ്പർമാർ LDF-ലാണുള്ളത്. ആ ചേലക്കര പഞ്ചായത്ത് അന്ന് 2016 ചിന്തിച്ചത് UDF-ന് അനുകൂലമായിട്ടാണ്. അത് ഇത്തവണ വരാൻ സാധ്യതയുണ്ട്. അവിടുത്തെ ലീഡ് കൂടും, ചേലക്കരയിലെ ലീഡ് കൂടും. പക്ഷേ ചേലക്കരയിലെ ലീഡിനെ വള്ളത്തോൾ നഗർ കൊണ്ട് വളരെ ഈസി ആയിട്ട് പ്രദീപ് മാനേജ് ചെയ്യും. 2 ദേശമംഗലം പഞ്ചായത്ത് കൊണ്ട് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യും. അതേപോലെ വരവൂർ പഞ്ചായത്തും പാഞ്ഞാൾ പഞ്ചായത്തും കൊണ്ടാഴി പഞ്ചായത്തിൽ UDF-ന് ലീഡുള്ളതാണെങ്കിൽ പോലും അവിടെ വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് വലിയ ഷിഫ്റ്റ് UDF-ന് അനുകൂലമായിട്ട് കാണുന്നില്ല. ചുരുക്കത്തിൽ കേഡർ വോട്ടുകളെല്ലാം 4% പോളിംഗ് ശതമാനം ഇടിഞ്ഞിട്ടും ചേലക്കര മണ്ഡലത്തിൽ കൃത്യമായിട്ട് പെട്ടിയിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. രമ്യ ഹരിദാസിന് ഒരുപക്ഷെ 2 പഞ്ചായത്തുകളിൽ ലീഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിൽ ഒരു ഷുവർ പഞ്ചായത്ത് ഞാൻ ഇപ്പോഴും പറയുന്നു ചേലക്കരയാണ്. അത് കഴിഞ്ഞ് നിർത്തിയാൽ ബാക്കി ഏത് എന്നുള്ളതിനി കാണണം. കാരണം രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥി MP എന്ന നിലയിൽ പരാജയപ്പെട്ടതിന് ശേഷം തൊട്ടടുത്ത് ജനവിധി തേടുമ്പോൾ തീരുമാനം മാറ്റാനുള്ള ഒരു കാരണവും അവിടെ കാണുന്നില്ല. കാര്യം 6 മാസത്തിലേക്ക് വീണ്ടും ഒരു ഭരണവിരുദ്ധ വികാരം ഇരട്ടിയായിട്ടില്ല. നമ്പർ 1. അവിടെ ആകെയുള്ളത് എന്താ? സ്ഥാനാർത്ഥി മാറി, രാധാകൃഷ്ണൻ മാറി, പകരം പ്രദീപ് വരുന്നു എന്നത് മാത്രമാണ്. പക്ഷേ പ്രദീപിന് രാധാകൃഷ്ണനോടും അക്സെപ്റ്റൻസ് ഇല്ലെങ്കിലും പ്രദീപ് ആ മണ്ഡലത്തിൽ തന്നെയുള്ളയാളാണ്. അവർ ചോദിക്കുന്ന ചോദ്യവും ഇതാണ്. മണ്ഡലത്തിൽ ഏതാ സാധാരണക്കാരെ വോട്ടറോട് ചോദിച്ചാൽ ഈ രമ്യ ഹരിദാസ് MP ആയതിനു ശേഷം ചേലക്കര മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്നില്ല. അതാണ് അവരുടെ റിമാർക്സ്. അപ്പോൾ അവിടെ അടിയൊഴുക്ക് നിശ്ചയിച്ചിരിക്കുന്നത് ആ സ്ഥാനാർത്ഥി പ്രദീപ് എന്ന സ്ഥാനാർത്ഥിക്കുള്ള ഒരു പരിഗണന ആ മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട്. ആ പരിഗണന രാധാകൃഷ്ണനോളം പോകുന്ന 32,000 ഭൂരിപക്ഷം കൊടുക്കില്ല. പക്ഷേ അത് 2016 ഭൂരിപക്ഷം കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. രാധാകൃഷ്ണന് മാത്രം കിട്ടിയിരുന്ന UDF-ന് ന്യൂനപക്ഷ വോട്ടുകളുണ്ട്, അത് തിരിച്ചു കിട്ടാൻ രണ്ടാമത്തെ സാധ്യതയുണ്ട്. ഇനി വേറെ അപകടം കൂടിയുണ്ട്. ഈ PV അൻവർ ഫാക്ട് ഉണ്ടല്ലോ, ആ അടിയൊഴുക്ക് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് UDF-നെ ആയിരിക്കും. കാരണം ആ വോട്ട് ചോദിക്കാൻ പോകുന്നവരാണെങ്കിലും ഇപ്പോൾ CPM-ന് സ്ഥിരമായിട്ട് വോട്ട് കൊടുത്തുകൊണ്ടിരുന്ന ആളുകളോട് വോട്ട് ചോദിക്കാൻ പോകുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ അത്ര തന്നെ അവിടെ പോപ്പുലർ അല്ലാത്ത നേതാക്കളാണ് PV അൻവറിൻ്റെ സുധീറിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ PV അൻവർ ഫാക്ടർ ഏതെങ്കിലും തരത്തിൽ വർക്കാവുകയാണെങ്കിൽ അത് UDF-നെതിരായിട്ടായിരിക്കും. 1. നമ്പർ 2, നമ്മളുടെ സ്ഥാനാർത്ഥി പ്രദീപിൻ്റെ സ്ഥാനാർത്ഥിത്വ മികവ്, ആ അർത്ഥത്തിൽ മണ്ഡലത്തിലെ ഫെമിലിയാരിറ്റി ആ മണ്ഡലത്തിൽ തന്നെയാണ് എന്നുള്ളത്, അദ്ദേഹത്തോട് ആ മണ്ഡലത്തോടുള്ള ഒരു താല്പര്യം അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. 3. കേഡർ വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ള കണക്കാണ് പ്രദീപിനുള്ളത്. ആ കണക്ക് ഏറെക്കുറെ വാസ്തവമാണ്. കാരണം നമ്മൾ ആ പഞ്ചായത്ത് തിരിച്ച് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ പെട്ടിയിലേക്ക് അത് ഇട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു കാര്യം അപ്പോഴും ആവർത്തിച്ച് പറയാം, ഏറ്റവും മനോഹരമായ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് ഇലക്ഷനിയറിംഗ് പ്രോസസ്സ് നടത്തിയത് ചേലക്കര മണ്ഡലത്തിലാണ്. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടതാണ്. അത്രയും ഒരു കേഡർ സംവിധാനത്തിൻ്റെ മികവോടുകൂടിയാണ് കോൺഗ്രസ് പാർട്ടി ചേലക്കരയിൽ വളരെ കൃത്യമായി പ്രവർത്തിച്ചിരുന്നത്. ബൂത്തുകളുടെ ചാർജ് കൊടുത്ത് കൃത്യമായിട്ട് എത്തിക്കേണ്ട വോട്ടുകളെ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ആ ചേലക്കര മണ്ഡലത്തിൽ രാഷ്ട്രീയ അതാണ്. ഇനി ഇത് തിരിച്ചു വന്നാൽ അത് കൃത്യമായും സർക്കാരിനെതിരായിട്ടുള്ള വിലയിരുത്തലാണ്. അത് ആൻറ്റി ഇൻകുംബൻസി എന്ന് മാത്രമല്ല 2026 സൂചന കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേലക്കര മണ്ഡലത്തിൽ ആ സ്റ്റാറ്റസ് നിൽക്കും. ഇനി പാലക്കാട് മണ്ഡലത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പല അടിയൊഴുക്കുകൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന വിവാദങ്ങളൊന്നും പാലക്കാട് മണ്ഡലത്തിൽ വോട്ടർമാർ കൺസിഡർ ചെയ്തിട്ടേയില്ല. സ്ഥാനാർത്ഥി വിഷയമൊന്നും അവിടെ ചർച്ച ചെയ്തിട്ടില്ല. ആകെ അവർ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ മനസ്സിലാക്കുന്നത് പാലക്കാടിൻ്റെ വികസനത്തിന് ഈ വോട്ട് കൊണ്ട് എന്തു മാറ്റമുണ്ടാവും എന്നൊരു ചോദ്യം പാലക്കാട്ടെ വോട്ടർമാർ കരുതിയിട്ടുണ്ടാവും. 2, ഈ തിരഞ്ഞെടുപ്പിൽ CPM ഉപയോഗിച്ചൊരു സ്ട്രാറ്റജി അതൊട്ടും ആരോഗ്യകരമായ സ്ട്രാറ്റജി അല്ല എന്നാണ് എൻ്റെ പക്ഷം. ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം ചർച്ചയാവാതിരിക്കാൻ പരമാവധി ഒരു കാമോഫ്ലേജ് പൊളിറ്റിക്സ് അവർ കളിച്ചു. അഥവാ അവർ മറ്റു വിഷയങ്ങളെ മുന്നോട്ട് വെച്ച് നമ്മൾ സാധാരണ ചെറി പിക്കിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ, അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ കാര്യങ്ങൾ വഴിതിരിച്ചു വിടുക. അങ്ങനെ വഴിതിരിച്ചു വിടുന്ന സമയത്ത് സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം, PP ദിവ്യയുമായി ബന്ധപ്പെട്ട വിഷയം, ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ, അതേപോലെ പെൻഷൻ്റെ കുടിശ്ശിക, ഇതൊക്കെ നമ്മൾ സ്ഥിരമായി പറഞ്ഞു കേട്ട കാര്യങ്ങളാണെങ്കിലും ഈ കാര്യങ്ങളൊന്നും ചർച്ചയായി
ചർച്ചയാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും ആ വിഷയങ്ങളിൽ നിന്ന് ട്രോളി ബാഗ്, സ്പിരിറ്റ്, കത്ത്, കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര വിഷയം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുകയും ചെയ്തു. അത് കുറേയൊക്കെ ആ മണ്ഡലത്തിൽ LDFന് അനുകൂലമായി എന്ന് വേണം കണക്കാക്കാൻ. അവിടെ ഒരു ഫാക്ടർ സംഭവിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിലിന് പോയ ഇടതു വോട്ടുകൾ കൃത്യമായും ഇടതു കേന്ദ്രങ്ങളിൽ തന്നെ നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടതു കേന്ദ്രങ്ങളിൽ തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 40,000 എബോവ് എന്നൊരു കണക്ക് CPMന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്. എന്നാൽ NDA ശക്തി കേന്ദ്രങ്ങൾ, നേരത്തെ പറഞ്ഞു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ശതമാനം കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ 5 ഇടങ്ങളിൽ 80% കൂടുതൽ വോട്ടുകളുണ്ട് എന്നുള്ളത് ആ മുനിസിപ്പാലിറ്റിയിലൊരു ട്രെൻഡായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രവുമല്ല, ശ്രീധരൻ്റെ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ബൂത്തിലെത്തിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ മിഷൻ BJP നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഡോർ ടു ഡോർ ക്യാമ്പയിൻ. ഏറ്റവും കൂടുതൽ പാലക്കാട് മണ്ഡലത്തിൽ നമ്മൾ കണ്ടത് ഡോർ ടു ഡോർ ക്യാമ്പയിനാണ്. അത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ NDA നടത്തിയത്, കണ്ണാടി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലും CPM നടത്തിയത്, പിരായിരി പഞ്ചായത്തിൽ ലീഗും SDPയും ജമാഅത്തെയും നടത്തിയത്, ഒപ്പം കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും നടത്തിയത്. അപ്പോൾ ആ ഡോർ ടു ഡോർ സൈലന്റ് ക്യാമ്പയിനും അതോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ അടിയൊഴുക്കുകൾ നിശ്ചയിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു അതൊരു സ്റ്റാറ്റസ് കോ റിസൾട്ടായിരിക്കും വരാൻ സാധ്യത കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അതിൽ പാലക്കാടും വയനാടും UDF പക്ഷത്തേക്ക് പോകുന്നത് കൊണ്ട് സർക്കാരിനെ ആശ്വസിക്കാം. പക്ഷേ ചേലക്കര സർക്കാർ LDFിൽ നിന്ന് പോയാൽ അത് സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം അവിടെ പ്രകടമായി എന്ന് തന്നെ പറയുന്നു. കാര്യം മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളുണ്ട്. അത് UR പ്രദീപ് പറയുന്നത് കാലാകാലങ്ങളായ വികസന പ്രശ്നങ്ങളുണ്ട്. ഈ മണ്ഡലത്തിൽ തന്നെ ബാലകൃഷ്ണനെ പോലെയുള്ള മന്ത്രിമാരെ UDFന് കിട്ടിയതാണ്. എന്നിട്ടും അവിടുത്തെ വികസന പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. പാലമടക്കമുള്ള കാര്യങ്ങൾ, കോളേജ് അടക്കമുള്ള കാര്യങ്ങൾ, കർഷക പ്രശ്നങ്ങൾ, ഇതൊക്കെ അവിടെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് ചേലക്കര മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ഉള്ള എതിർപ്പായിട്ട് കണക്കാക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇത്തവണത്തെ വിധിയെഴുത്തിൽ അനാരോഗ്യകരമായ പ്രവണതകൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങളിൽ ഉണ്ടായിരുന്നു. അത് പലപ്പോഴും ക്യാമറകൾക്കുള്ള, സോഷ്യൽ മീഡിയയ്ക്കുള്ള ഒരു പ്രകടനമായിട്ട് മാറുകയും യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് ഫോക്കസ് നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പരിധിവരെ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരും ഉത്തരവാദികളാണ്. കാര്യം അതൊരു വളരെ സ്പെക്ടാക്കുലർ ഇവൻ്റാക്കി നമ്മളടക്കം മാറ്റുന്നു. രാത്രിയിൽ പാതിരാ നാടകങ്ങൾ പുലർച്ചെ വരെ സംപ്രേഷണം ചെയ്ത അവസ്ഥയുണ്ട്. പക്ഷേ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ? അതാണ് ആ വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയം വീണ്ടും ക്യാമറയ്ക്ക് വേണ്ടി വരുന്നു. ക്യാമറ ആ വിഷയത്തോടൊപ്പം നിൽക്കുന്നു, അതിനോടൊപ്പം നമ്മൾ തന്നെ നിൽക്കുന്നു, ബൈറ്റുകളും പ്രതികരണങ്ങളും ഉണ്ടാവുന്നു. പക്ഷെ അപ്പോഴും പാലക്കാട് മറന്നുപോയ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അവസാന ലാപ്പിൽ നമ്മളാണൊരു മുൻകൈ എടുത്ത് പാലക്കാടിലെ വികസന പ്രശ്നങ്ങൾ കാണിക്കാൻ ലൈവത്തോടക്കം നമ്മൾ കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ അത് അധികമായി മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫെറ്റീഗ് ഉണ്ടല്ലോ, ബൈപോൾ ഫെറ്റീഗ് എന്ന് പറയുന്നത് വോട്ടർമാരിൽ ഉണ്ടായിരുന്നു. അതിൽ 3.5% പാലക്കാട്, 4.5% ചേലക്കരയിൽ, 9% വയനാട്ടിൽ എന്ന നിലയിൽ ഇത് പ്രതിഫലിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മുന്നണികൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് കാത്തിരിക്കാൻ, അല്ലേ സുജയ? Meet the editors.